തമിഴ്നാട്ടിലെ നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട മറ്റൊരു റിപ്പോർട്ടിലേക്കാണ് ഇനി. കോയമ്പത്തൂർ ജില്ലയിലെ 10 മണ്ഡലങ്ങളിലും തീപാറുന്ന പോരാട്ടമാണ് നടക്കുന്നത്. AIADMKയുടെ കയ്യിലാണ് ഈ 10 മണ്ഡലങ്ങളും. ശക്തമായ മത്സരത്തിലൂടെ DMK അട്ടിമറി പ്രതീക്ഷിക്കുമ്പോൾ മണ്ഡലങ്ങൾ നിലനിർത്താനാകുമെന്ന പ്രതീക്ഷയിലാണ് AIADMK. കോയമ്പത്തൂർ സൗത്തിൽ നിന്നും ജനവിധി തേടുന്ന DMK മുൻമന്ത്രി സെന്തിൽ ബാലാജിയും തൊണ്ടാമത്തൂരിലെ AIADMK സ്ഥാനാർത്ഥിയായ മുൻമന്ത്രി SP വേലുമണിയുമാണ് മത്സരരംഗത്തെ പ്രമുഖർ. AIADMKയുടെ സിറ്റിംഗ് സീറ്റുകളിൽ അട്ടിമറിയിലൂടെ നേടിയെടുക്കാമെന്ന പ്രതീക്ഷയിലാണ് DMK. സ്ത്രീ മുന്നേറ്റത്തിനുൾപ്പെടെ നിരവധി വികസന പ്രവർത്തനങ്ങൾ നടപ്പാക്കിയ DMK സർക്കാർ വീണ്ടും അധികാരത്തിലെത്തുമെന്നും കോയമ്പത്തൂരിൽ ഉൾപ്പെടെ മികച്ച പ്രകടനം കാഴ്ചവെക്കുമെന്നും DMK പ്രവർത്തകയായ മലയാളി വനിത ധന്യ. എനിക്ക് തോന്നുന്നത് DMK ആണ് വരിക എന്നുള്ള ഒരു ഇത് എല്ലാവരും പറഞ്ഞു കേൾക്കുന്നത് വേലുമണി സാറുടെ തൊകുതിയിൽ വന്ന് അവർ DMK എന്നുള്ള നോക്കാറില്ല. അവരുടെ ആ മക്കൾ തൊകുതി മക്കൾ എന്നല്ല, കുടുംബത്തിലെ ഒരംഗത്തെ പോലെയാണ് എല്ലാവരെയും നോക്കുന്നത്. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ ഇതായിരിക്കും എപ്പോഴുമേ ബെനിഫിറ്റ്. മത്സര രംഗത്തുള്ള യുവാക്കൾക്ക് പ്രാതിനിധ്യം നൽകണമെന്ന് കോയമ്പത്തൂർ സൗത്ത് മണ്ഡലത്തിൽ നാം തമിഴർ കക്ഷി ടിക്കറ്റിൽ മത്സരിക്കുന്ന തമിഴ്നാട്ടിലെ തന്നെ ഏറ്റവും പ്രായം കുറഞ്ഞ സ്ഥാനാർത്ഥി കൂടിയായ പേരറിവാളൻ. நாங்கள் மக்கள்கிட்ட ஒரு விழிப்புணர்வு பரப்புரை நாங்கள் மேற்கொள்கிறோம். இந்த மாதிரி இந்த பகுதி மாறணும் அப்படின்னா நம்ம மாறணும், நீங்கள் மாற்றி இந்த முறை வாக்கு செலுத்துங்க, இது நாள் வரையும் நீங்கள் ஓட்டு போட்டதெல்லாம் வந்து வேஸ்ட்டாக போயிருக்கு, இதுவரை ஒன்றும் செய்யலை நம்ம பகுதிக்கு, இந்த முறை உங்களுடைய வாக்கை மதிப்புமிக்க வாக்காக மாற்றுங்க அப்படின்னு சொல்லி நம்ம மக்கள்கிட்ட ஒரு விழிப்புணர்வு பரப்புரை மேற்கொண்டு இருக்கோம். அதனால் இந்த தேர்தலில் மக்கள் வந்து ஒரு மாற்றத்தை விரும்புகிறாங்க. உறுதியாக நம்ம வெல்லுவானோம். കേരളത്തിലേതുപോലെ ഫ്ലെക്സ് ബോർഡുകളും ചുമരെഴുത്തുകളും കളം നിറയുന്ന പ്രചാരണ രീതിയല്ല തമിഴ്നാട്ടിലുള്ളത്. ഫ്ലെക്സ് ബോർഡുകൾക്ക് നിരോധനം ഏർപ്പെടുത്തിയതിനാലാണ് മുന്നണികൾ അത്തരത്തിൽ ഒരു പ്രചാരണം നടത്താത്തത്. കടുത്ത വേനലായതിനാൽ അതിരാവിലെയും വൈകിട്ടും മാത്രമാണ് സ്ഥാനാർത്ഥികൾ പ്രചാരണത്തിനിറങ്ങുന്നത്. കോയമ്പത്തൂരിലെ 10 നിയോജക മണ്ഡലങ്ങളിൽ DMKയും AIADMKയും അല്ലാതെ വിജയ് നേതൃത്വം നൽകുന്ന TVKയും നിർണായക ശക്തിയായി മാറുകയാണ്. ചെറുതും വലുതുമായ മറ്റു മുന്നണികളും ശക്തമായ പോരാട്ടം നടത്തുന്നുണ്ട്. കോയമ്പത്തൂരിൽ നിന്നും രാജീവ് സുദേവനൊപ്പം ഷാരിഖ് നവാസ്, 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.